ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 17-ാം വാക്യം. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങൾ ആയിരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മിൽ നിഷ്ക്രിയമായി തുടരില്ല. അവൻ നമ്മുടെ പാപങ്ങൾ തുടച്ചു നീക്കും, ശരീരങ്ങളെ ശുദ്ധീകരിക്കും, മങ്ങിയതിനെ പുനർജീവിപ്പിക്കുന്നു. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ എന്തു ചെയ്യണമെന്നും എന്തു ചെയ്യരുതെന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം നമുക്ക് തരും. പരിശുദ്ധാത്മാവ് ആശയവിനിമയങ്ങളുടെ അനന്തമായ വൈവിധ്യങ്ങൾ നമ്മുടെ മുന്നിൽ പങ്കുവയ്ക്കും. സത്യത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് ലോകത്തിന് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. കാരണം ലോകത്തിൻ്റെ മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ കാണുവാനോ അറിയുവാനോ കഴിയില്ല. എന്നാൽ വിശ്വാസികൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നതുകൊണ്ട് നാം അവനെ അറിയുന്നു. അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെയും ഗ്രാഹ്യത്തിൻ്റെയും ഉറവിടമാണ്. അതേസമയം വിശ്വാസമില്ലാത്തവർക്ക് യഥാർത്ഥത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവെന്ന് നാം പറയുന്നത്. ലോകത്തെ അവനെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വിശ്വസിക്കാത്തവർക്ക് ആത്മീയ വിവേചന ശക്തി ഇല്ലാത്തതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി മനസ്സിലാക്കുവാനോ സ്വീകരിക്കാനോ കഴിയില്ല എന്നർത്ഥമാക്കുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവായിട്ട് ഒരു വ്യക്തിബന്ധമുണ്ട്. ആ ബന്ധത്തെ ഉറച്ചു നിൽക്കുന്നു. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പറ്റി ഇന്ന് നാം ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, നിൻ്റെ ദാസൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്താൽ ആ സ്നേഹാഗ്നി ജ്വാലയായി ജ്വലിക്കുവാൻ എന്നെ സഹായിക്കണമേ. തീർച്ചയായിട്ടും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഈ ദിവസം പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നാം കണ്ടുവെങ്കിൽ ഈ ആത്മാവ് ജ്വലിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വസിക്കുന്നുവെങ്കിൽ എൻ്റെ ഉള്ളിൽ അഗ്നിയായി ജ്വാലയായി ആത്മാവ് നിറയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.